മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. ട്രെയിനിലെ ശുചിമുറിയിൽ യുവതിയുടെ ഫോൺ നമ്പർ എഴുതിയിട്ടെന്ന് പരാതി. വളാഞ്ചേരി സ്വദേശി ഷബിനയുടെ ഫോൺ നമ്പറാണ് ട്രെയിനിലെ ശുചിമുറിയിൽ എഴുതിയിട്ടത്. പേരും ഫോൺ നമ്പരും എഴുതിയിട്ടത് പ്രതികാര നടപടിയാണെന്നും അശ്ലീല ഫോൺ കോളുകളും സന്ദേശങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയെന്നും ഷബിന റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്പർ ട്രെയിനിൽ എഴുതിയിട്ട വിവരം ഒരു യാത്രക്കാരനാണ് ഷബിനയെ വിളിച്ച് അറിയിച്ചത്. നമുക്ക് ഷബിന പറഞ്ഞതൊന്ന് കേൾക്കാം. ട്രെയിനിന്റെ മൂത്രപ്പുര അതിന്റെ ഉള്ളില് ഈ നമ്പർ, നിങ്ങളുടെ ഈ നമ്പറും പിന്നെ നിങ്ങളുടെ പേരും എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഈ വൃത്തികേട് എഴുതി വെച്ചിട്ടുണ്ട്. വൃത്തികേട് അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ വിളിച്ചിട്ട് നിങ്ങളോടൊന്ന് കാര്യം പറയണല്ലോ, ഇങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. കേട്ടോ, അങ്ങനെ ആരെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങളൊന്ന് പരാതി കൊടുക്കണം, വിളിക്കണം. ട്രെയിനിലെ ഒരു യാത്രക്കാരൻ വിളിച്ച് ഷബിനയോട് പറഞ്ഞതാണ്. ഷബിന നമ്മളോട് പറഞ്ഞത് എന്താണ്? വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. എന്തൊക്കെ മനോനിലയുള്ള മനുഷ്യരാണല്ലേ. ഒന്നൊരാളുടെ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ശുചിമുറിയിൽ എഴുതി വെക്കുക. ഇനി ആ എഴുതി വെച്ച ആളുടെ മനോനിലയേക്കാൾ അപകടം പിടിച്ച മനോനിലയുള്ളവരാണ് ഈ ഷബിനയെ ഫോൺ വിളിക്കുന്നത്. വി എസ് രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു പ്രതികാര നടപടിയാണ് എന്നാണ് ഷബിന പറയുന്നത്. ഷബിനയോട് നേരത്തെ വൈരാഗ്യമുണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ഇത്തരത്തിൽ എഴുതിയിട്ടത് എന്നാണ് ഷബിനയുടെ സംശയം. ഏതായാലും കണ്ണൂർ ഷൊർണൂർ മെമു ട്രെയിനിൻ്റെ ശുചിമുറിയിലാണ് ഇത്തരത്തിൽ പേര് എഴുതി വെച്ച് വളരെ അസഭ്യമുള്ള അശ്ലീലമുള്ള പ്രയോഗം നടത്തി ഈ നമ്പറിലേക്ക് വിളിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം കോളുകൾ വരികയും ആ കോളുകൾ വന്നതിനെ തുടർന്ന് റെയിൽവേ പോലീസിലും ഷബിന പരാതിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ നമ്പർ എഴുതിയിടുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതിലേക്ക് ആ നമ്പർ കണ്ട് വിളിക്കുകയും പിന്നീട് അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുക ചെയ്യുന്ന അതും ഒരു ക്രിമിനൽ നടപടിയാണ്. മാത്രവുമല്ല ഒരു മാനസിക രോഗത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഷബന ഇതിൽ പരാതിയുമായി പലരും ഫോൺ നമ്പർ ഉപേക്ഷിക്കുകയാണ് പതിവ്. ആ ഫോൺ നമ്പർ ഉപേക്ഷിച്ച് അത്തരത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് പതിവ്. ഷബന ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നു. ആ ഫോൺ നമ്പർ ഉപേക്ഷിക്കുന്നില്ല. അതിലേക്ക് വരുന്ന കോളുകളൊക്കെ ധൈര്യമായി നേരിട്ട് സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഷബന ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് കേട്ടോ. വി എസ് രഞ്ജിത്ത്. ഷബന, നമസ്കാരം. ഷബന, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഈ ഫോൺ ശല്യമായോ? ഫോൺ ശല്യമായിരുന്നോ? ശല്യമായിരുന്നോ? എന്താണ് ഇവരൊക്കെ വിളിച്ചിട്ട് പറയുന്നത്? ആദ്യം പയ്യൻ വിളിച്ചു, എന്നിട്ട് ഇങ്ങനെ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു. ഷബിനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ പേര് അറിഞ്ഞു തരാത്ത നമ്പർ? ഞാൻ പറഞ്ഞു ഞാൻ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ ഞാന് പറഞ്ഞു. അപ്പൊ അവരറിഞ്ഞു. അപ്പൊ മനസ്സിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ അവര് വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കൊടുത്തി അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കും പറഞ്ഞു. കുറെ കോളുകൾ വന്നോ? 2-3 കോൾ വന്നു. പിന്നെ വരുന്ന കോളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല. സാറ് എടുക്കണ്ട, പിന്നെ റെയിൽവേ സ്റ്റാർ ഷെർണൂരിൽ വിളിച്ചിട്ട് സാറ് പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഈ വിളിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? മോശമാണോ പറയുക? മോശമായിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ രാത്രി 11:15 വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു ജോലിന്റെ ആവശ്യത്തിന് വിളിക്കാം. അപ്പൊ ഞാൻ ജോലിന്റെ ആവശ്യത്തിന്റെ ടൈമിലാണ് ഒരു ലേഡീസിന്റെ മൊബൈലിലേക്ക് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അപ്പൊ ഞാൻ ടൈലർ അല്ല, വിളിക്കണ്ട. അപ്പൊ പറഞ്ഞു ആദ്യം പറഞ്ഞു ഷെബിനല്ല. പിന്നെ ലാസ്റ്റ് അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ജെൻസാ ലേഡീസാന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇപ്പൊ ഷെബിനാന്ന് പറഞ്ഞു. അപ്പൊ ഷെബിനാന്ന് പറഞ്ഞ ലേഡീസ് അല്ലേ, പിന്നെ എന്തൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശം എന്താ, എന്തിനാ വിളിക്കുന്ന വെച്ചാൽ. അപ്പൊ ഈ അതിന്റെ ആളാണല്ലേ, അങ്ങനത്തെ ആളാണല്ലേ, എനിക്ക് മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞു മാന്യമര്യാദ സംസാരിക്കണം, അല്ലെങ്കിൽ ഫോണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, സൈബർ സെല്ലിൽ ഇടും എന്നൊക്കെ പറഞ്ഞു. ഈ ഷബന ഇത് ആര് ചെയ്തതാണെന്നാണ് ഷബനയുടെ സംശയം? പേര് പറയണ്ട. എനിക്ക് സംസാരത്തിലായിട്ട് ഒരു കണ്ണൂർ വ്യക്തിയുണ്ട്, ഒരു ഓമനേഷ്. അവരാണ് കൂടുതൽ. പക്ഷെ അവരെ വീട് കണ്ണൂരാണ്. ഒരു വടകര ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഒരു വിരോധം ഉണ്ടായിരുന്നോ ഷബനയോട്? ഉണ്ട്. ഓക്കെ. അപ്പൊ അയാൾ ഈ വിരോധം തീർക്കാൻ ഇതൊക്കെ ചെയ്യുന്ന കക്ഷിയാണ് എന്നാണ് ഷബനയുടെ സംശയം. ഒരു സ്ത്രീയാണ്. സ്ത്രീയാണോ? സ്ത്രീയാണ്. ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഷബന സംശയിക്കുന്ന ഒരു സ്ത്രീയാണോ? സ്ത്രീയാണ്. അതാ. അത് ശരി. എന്തായാലും അവരെ വിളിച്ച് ചോദിച്ചോ പിന്നെ ഷബന നിങ്ങളാണോ ഈ വൃത്തികേട് കാണിച്ചത്? ചോദിച്ചിട്ടില്ല. പക്ഷെ അവര് നിരന്തരം അവിടെ നിൽക്കുന്നുണ്ട്. മുതലാളിയുടെ മകനെ കൊണ്ട് എപ്പോഴും അവർ അനാവശ്യമായിട്ട് എന്നെ ഒരു പറയിപ്പിച്ചും. ഇവരെ നേരത്തെ ഞാൻ ഈ വടകരയുള്ള ടീമിനെ ഞാൻ പരിചയമില്ല, 15 വർഷം മുമ്പ് പരിചയമുള്ളതാണ്. മനസ്സിലായി. ഷബന, പോലീസ് പരാതി കൊടുത്തോ? ഇല്ല, ഇതിൽ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. പോലീസ് പരാതി കൊടുക്കണം. കാരണം ഇതൊക്കെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസുകളാണ്. ഇങ്ങനെ വിളിക്കുന്ന ആളുകളൊക്കെ സൂക്ഷിക്കണം. നമ്മൾ ചാനലിൽ കൂടി പറയും, ഒരു കാരണവശാലും ഷബനെ വേണ്ടാതെ വിളിച്ചു പോരുത്, അനാവശ്യമായിട്ട് വിളിച്ചു പോരുത് എന്നുള്ള കാര്യം അവരോട് പറയുക. സ്ത്രീത്വത്തെ അപമാനിക്കും, ജയിലിൽ കിടക്കും, 3 വർഷമെങ്കിലും മിനിമം അകത്ത് കിടക്കും.
അനാവശ്യമായിട്ട് ഫോണിൽ പറഞ്ഞ. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പോലീസിലൊന്ന് അറിയിച്ചേക്ക് ഷബിന, ഇങ്ങനെ ഫോണിൽ വരുന്നുണ്ട് എന്നുള്ള വിവരം. കാര്യം ഇതൊക്കെ ആൾക്കാരെ കണ്ടിട്ട് ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യരെ വിളിക്കുന്നത് നമുക്കറിയില്ലല്ലോ. താങ്ക് യു ഷബിന, താങ്ക് യു. അപ്പം ഷബിന വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഇത് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോടുള്ള വൈരാഗ്യം തീർക്കാൻ ഒരു തീവണ്ടിയുടെ ശുചിമുറിയിൽ ടോയ്ലറ്റിൽ അവരുടെ പേരെഴുതി വയ്ക്കുക. എന്നിട്ട് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ രാത്രി ഹലോ ഷബിനയാണോ, ഞങ്ങൾക്ക് ജോലി വേണമല്ലോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുക. ജോലി ഷബിനയുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എഴുതി വെച്ച ആളും കൊള്ളാം, അത് വിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും കൊള്ളാം. എന്തൊരു മനോനിലയാണെന്നേ നമ്മുടെ ചുറ്റും. മനുഷ്യർക്ക് ഇത്ര ദാരിദ്ര്യമാണോ പ്രണയത്തിനും ഈ പറയുന്ന സൗഹൃദങ്ങൾക്കുമെല്ലാം? വി എസ് രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.